തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ സജീവമായി നടന്നു വരികയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവും. 12 കഴിഞ്ഞ് 13-ാം തീയതി രാവിലെ മുതൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. അതുവരെ UDF-കാരും അതുപോലെ തന്നെ BJP-കാരെല്ലാം വൻ വിജയത്തെ പറ്റിയുള്ള പ്രസംഗങ്ങളും വിശദീകരണങ്ങളും നൽകും. പക്ഷേ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ അറിയാം, കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ, 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ നേട്ടമാണ് ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ വലിയ നേട്ടം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് രാജ്യം മുഴുവൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗമാണ് കേരളത്തിലുടനീളം കഴിഞ്ഞ 7 ജില്ലയിലും ഇന്നാരംഭിക്കുന്ന 7 ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വരാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സുഗമമായ പ്രവേശനമായിരിക്കും, അതിൻ്റെ കേടിക്കൊട്ടായിരിക്കും എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യം മുഴുവൻ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ശക്തികൾ ഒന്നുകൂടി ആവർത്തിച്ച് ഈ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക എന്നാണ് എനിക്ക് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. UDF യഥാർത്ഥത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം പ്രശ്നങ്ങളിൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഇവിടെ അതിജീവിതമാരുടെ ഓരോ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും പീഡനങ്ങളുമെല്ലാം ഉയർന്നു വരുമ്പോൾ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുൽ മാക്കൂട്ടത്തിന് നേരെ വന്ന രണ്ടാമത്തെ ആക്ഷേപത്തെ സംബന്ധിച്ച് അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിൻ്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. അതേപോലെ തന്നെ സിനിമാ നടിക്ക് നേരെ നടന്ന കടന്നാക്രമത്തെ UDF അതിൻ്റെ കൺവീനർ ഉൾപ്പെടെ അതിശക്തിയായി അവർക്കെതിരായി അതിജീവിതക്കെതിരായി നീങ്ങുകയും ദിലീപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഗവൺമെൻറ് അപ്പീൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിഹസിക്കുകയും ഈ ഗവൺമെൻറ്റിന് വേറെ എന്താണ് പരിപാടി എന്ന് ചോദിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. പിന്നീടത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും എങ്ങനെ തിരുത്തിയാലും ആ തിരുത്തൽ ശരിയാവുന്നില്ല എന്നുള്ളതാണ് UDF കൺവീനറുടെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യാതൊന്നും പറയാൻ UDF-നുണ്ടായിരുന്നില്ല, BJP-ക്ക് ഉണ്ടായിരുന്നില്ല.
അവരാകെ പറയാൻ ശ്രമിച്ചതും പറയണമെന്ന് മനോരമ പത്രം തന്നെ വിശദീകരിച്ചതും വേറൊരു കാര്യത്തെപ്പറ്റിയും മിണ്ടാൻ പാടില്ല, പറയേണ്ടത് ശബരിമല പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും AK ആന്റണിയെ പോലുള്ളവർ ശബരിമല പ്രശ്നം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തെരഞ്ഞെടുപ്പ് വോട്ടിനെ ബാധിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. വസ്തുതാപരമായിട്ടുള്ള കാര്യം, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കഴിഞ്ഞ നവംബർ 1-ാം തീയതിയോടുകൂടി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച മുതലാളിത്ത സമൂഹത്തിൽ ആദ്യത്തെ നാടായി കേരളം മാറിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് 1000 ഉറുപ്പിക വീതം കൊടുക്കാൻ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി, അതും ജനങ്ങൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും പെൻഷൻ്റെ വർധന ഉൾപ്പെടെ എല്ലാതരം പെൻഷനുകളും കൈക്കൂലിയാണ് എന്ന് അവതരിപ്പിച്ച UDFൻ്റെ നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലിയെ സംബന്ധിച്ചും പെൻഷനെ പറ്റിയും പറയാൻ തന്നെ സാധിക്കുന്നില്ല എന്ന അവസ്ഥ വന്നു ചേർന്നത് അടുത്തുകൊണ്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 1600 രൂപ നൽകിയിരുന്ന 62 ലക്ഷം ആൾക്കുള്ള പെൻഷൻ അത് 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് 3600 രൂപ ഓരോ വീട്ടിലും എത്തിക്കുകയും ചെയ്തപ്പോൾ അതിനെപ്പറ്റി അവർക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് സത്യം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്നുള്ള ആവേശകരമായ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് ആവേശത്തോടുകൂടി തന്നെ ഒരു ഉത്സവം പോലെ, ഒരു രാഷ്ട്രീയ ഉത്സവം പോലെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് ആചരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത്. അതാണ് ഇപ്പോൾ 7 ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് UDF യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ നിലവിലുള്ള UDFനാവില്ല എന്നവർക്ക് മനസ്സിലായി. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർക്ക് മനസ്സിലായതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്രാവശ്യം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ലീഗും പരസ്യമായിട്ട് പിന്തുണ നേടിക്കൊണ്ട് തന്നെ കോൺഗ്രസും അതിശക്തിയായി വർഗീയ കൂട്ടുകെട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDPIയും തീവ്ര വർഗീയ വിഭാഗങ്ങൾ അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അത് കേരളത്തിൽ ഏറ്റവും ശക്തിയായിട്ട് ആ കൂട്ടുകെട്ട് രൂപപ്പെട്ടത് വടക്കൻ കേരളത്തിലാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. നൂറുകണക്കിന് സീറ്റുകളിൽ UDFും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് മത്സരിക്കുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് UDFും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഈ കൂട്ടുകെട്ടിന് മുതിർന്നത് എങ്കിലും ഞങ്ങൾക്കൊരു സംശയമില്ല, ഈ വർഗീയ മുന്നണികളെയെല്ലാം ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത് BJP കൈകാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം ചേർന്ന് ന്യൂനപക്ഷ വർഗീയത UDF, ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിനുമെതിരായ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ സമുദായ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വിഭാഗം ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല. സ്വാധീനം യഥാർത്ഥത്തിൽ മറ്റ് സാമുദായിക വിഭാഗങ്ങൾക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഈ കൂട്ടുകെട്ടിനെതിരായി ശരിയായ ജനരോഷം പ്രകടിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ന്യൂനപക്ഷം ഉൾപ്പെടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച UDFന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും
ഇപ്രാവശ്യം ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല. അദ്ദേഹം തന്നെയാണല്ലോ കൊടുത്തത്. അതാണ് ഉത്തരം. അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ, ഒരാരും കൊടുത്ത പരാതിയല്ലല്ലോ. അവർക്ക് കിട്ടിയ പരാതി ഞങ്ങളിതാ സത്യസന്ധമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്തതാണ്. അതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇങ്ങനെ ഒരു പറച്ചിലിൻ്റെ അടിസ്ഥാനം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ നിലവാരം എന്താണ് എന്ന് വ്യക്തമാക്കിയപ്പോൾ അതിൽ നിന്ന് കുതിരിച്ചാടാൻ വേണ്ടി ഒരു കണ്ടെത്തലാണ്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ തന്നെ കൊടുത്ത പരാതി, അതിൻ്റെ ഭാഗമായിട്ട് UDFൻ്റെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് KPCC പ്രസിഡന്റ് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ പരാതിയെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ UDF കൺവീനർ പറഞ്ഞ വേറൊരു ടൈപ്പ്. അത്രയേ ഉള്ളൂ അതിനെ കാണേണ്ടിയുള്ളൂ. ഇനിയും ഒരുപാട് പരാതികളൊക്കെ വരും. എന്ത് ആത്മാർത്ഥതയില്ലാതെ അവരെന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സസ്പെൻഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണോ പാലക്കാട് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയത്, അതുപോലെ രാഹുൽ മാക്കൂട്ട ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആ ടീമിനെ ഈ ഗൗരവതരമായ കുറ്റവാളികൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ടീമിനെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഇപ്പോഴും സണ്ണി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. സണ്ണി ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അതാണ് മനസ്സിലാക്കുന്നത്. വോട്ട് ചെയ്തോട്ടെ നമുക്ക്, അപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നടപടിയൊക്കെ പിൻവലിച്ച് രാഹുൽ പൂർവാധിക ശക്തിയോട് പാർട്ടിയിൽ വരുന്നതന്നെയാണോ ഇത്തരം സംഭവങ്ങൾ? അല്ല, അങ്ങനെ വരുന്നത് കോൺഗ്രസിൻ്റെ അന്ത്യം കുറിക്കും. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് ഇവർ സസ്പെൻഷനോ അതുപോലെ തന്നെ പുറത്താക്കലൊന്നുമല്ല. അവരെ പോലെയുള്ള ആളുകളെ വെച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്താൽ കോൺഗ്രസിൻ്റെ അന്ത്യം കുറിക്കുമെന്നുള്ളതാണ്. അതിനൊരു മൂല്യം ഉണ്ടെന്നാണല്ലോ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ആ മൂല്യം ഇതോടുകൂടി ഇല്ല എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ കോൺഗ്രസിനെതിരെ ഒരു പ്രയോഗം നടത്തിയിരുന്നു. അതായത് സ്ത്രീ ലംബടന്മാരുടെ ഒരു കൂട്ടമായി മാറി. അത്തരം പ്രസ്താവന മുഖ്യമന്ത്രി പദത്തിന് ചേർന്നതല്ല, അത് പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതികരണം നടത്തുന്നത്. അല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവരെ രീതിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയില്ലേ പറയാൻ പറ്റൂ. ആ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ അത് പിൻവലിക്കാതിരിക്കുന്നു. അവരിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ്. സ്ത്രീലംബടത്വത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നത് ജീർണത, ഞാനതാ ഉപയോഗിച്ച പദം, ആ ജീർണതയാണ് ഇപ്പോഴും വളരെ ശക്തിയായിട്ട് കോൺഗ്രസ് പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെല്ലാം അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിജീവിതമാരെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുന്നതും അതുപോലെ സൈബർ ആക്രമണം നടത്തുന്നതും എല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇത് ഒരാൾക്കും ഒന്നിനെയും ഫലപ്രദമായി പ്രതിരോധിക്കാനാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭാഗം ചേരുക മാത്രമേ വഴിയുള്ളൂ. അതാണ് ഈ ക്രിമിനൽ സംഘത്തോടൊപ്പം ചേർന്ന് അതിന് നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. ഈ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് മലബാറിലൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ലീഗിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ടോ? അല്ല, ലീഗ് വർഗീയതയിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ SDPI അതിൻ്റെ ആശയതലം നേതൃത്വപരമായ പങ്കോടുകൂടിയാണ് UDFൻ്റെ ഭാഗമായിട്ടുള്ള ലീഗിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും കൈകാര്യം ചെയ്യുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള കടന്നാക്രമണവും ഈ കേരളത്തിലുടനീളം നടത്തുന്നതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരെ പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ആളുകൾ തന്നെ വളരെ കുറവാണ്. അവരാണ് ഈ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ UDFൻ്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഉള്ളത്. ലീഗിനെ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ കിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള സംഘടനയെ ചേർത്തുകൂടി ലീഗിലുള്ള വിശ്വാസക്കുറവാണ്. ലീഗിന് പകരം വെക്കുന്നതല്ല ജമാഅത്തെ ഇസ്ലാമി. ലീഗ് ജനാധിപത്യപരമായ രീതി കൈകാര്യം ചെയ്തു വരുന്ന ഒരു പാർട്ടിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദ്യകാലം മുതൽ ഇപ്പോഴും എല്ലാ കാലത്തും ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക ലോകം വേണം എന്ന് പറയുന്നവരാണ്. വർഗീയവാദികൾ മാത്രമല്ല, ഇസ്ലാമിക ലോകത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പോൾ ലീഗിന് പകരമല്ല, ലീഗിൻ്റെ അപ്പുറത്തുള്ള വർഗീയവാദി നിലപാട് സ്വീകരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ശബരിമല ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുക. കാരണം എന്താ പറഞ്ഞാൽ, ശബരിമലയിൽ ഉണ്ടായ സംഭവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ട ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. ഞങ്ങൾ അന്നു മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ആര് എന്ന പ്രശ്നമില്ല, ആരെയും സംരക്ഷിക്കുകയില്ല. ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം മുതലേ ഞങ്ങൾ എടുത്തത്. അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്.
അല്ലാതെ പണ്ട് കാലത്ത് ചെയ്ത രീതിയിലേക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ആ പ്രശ്നങ്ങളെല്ലാം. ഗുരുവായൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയില്ല എന്നുള്ള സത്യമല്ലേ, വസ്തുതാപരമല്ലേ, പരിശോധിക്കട്ടെ. അവിടെ ഒരു ചെറിയ കഷ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ പോയി. ബാക്കിയെല്ലാം ഇവരായിട്ട് വന്നു. അതിൻ്റെ അർത്ഥം അവർ പറയട്ടെ, കിട്ടാത്തത് എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. അത് കൃത്യമായിട്ട് ഒരു ചാനൽ തന്നെ കാണിച്ചിട്ടുണ്ട്, ഇത്ര നഷ്ടപ്പെട്ടു, അതിൽ കിട്ടിയത് ഇത്രയാണെന്ന്. ബാക്കി എവിടെ പോയി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശബരിമലയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല. അതുപോലെ ആരാണോ കുറ്റവാളി, അവിടെ 2 പ്രധാനപ്പെട്ട പൂജാരിമാരെയാണ് പ്രതിയാക്കിയത്. അവരായിരുന്നില്ല എന്ന് പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് തന്നെ അത് കൃത്യമായിട്ട് അതൊരു സ്റ്റോറിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിനുശേഷം പുനരന്വേഷണം വന്നു. ആ അന്വേഷണത്തിന് കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന ജസ്റ്റിസിനെ ചുമതലപ്പെടുത്തി. അവർ ഫലപ്രദമായിട്ട് പരിശോധിച്ചു. അഴിമതി പൂർണ്ണമായിട്ടും കണ്ടെത്തി. ഉരുപുട്ടി അഴിമതികൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തി. പക്ഷേ സ്വർണം കണ്ടെത്താനായിട്ടില്ല, അന്നും കണ്ടില്ല. ഇതാണ് സംഭവം. അപ്പോൾ അവർ ഈ പറയുന്നത് ന്യായമായ രീതിയിലുള്ള ഫലപ്രദമായ രീതിയിലുള്ള ഒരു അന്വേഷണം അന്ന് നടന്നില്ല. ഇന്ന് അന്വേഷണം നടക്കുന്നത് ഫലപ്രദമാണ്. ആരായാലും അവർക്കെതിരായ നിലപാട് സ്വീകരിക്കും. ഒരാളെ സംരക്ഷിക്കില്ല. പത്മകുമാർ ജയിലിലല്ലേ? പാർട്ടി ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതിനുമേലെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലല്ലോ, പാർട്ടിക്കല്ലേ താല്പര്യം വേണ്ടത്. ഞങ്ങളല്ലേ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താ സംരക്ഷിക്കാനില്ല, ജയിലിൽ കിടക്കുന്ന ആളെ വേറെ സംരക്ഷിക്കാനാ? ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. പോരെ? ആ കുറേ നീണ്ടോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അന്വേഷണമൊക്കെ തീരട്ടെ, അപ്പൊ നോക്കാം. കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ നടപടിയെടുക്കുക, എന്നിട്ട് ഉള്ളിലൂടെ ആളെ പറക്കിപ്പിക്കുക. ഇപ്പോഴും പുറത്താക്കുന്ന നടപടിയെടുക്കുക, എന്നിട്ട് ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുക. ആ സമയത്ത് ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. പോരെ? അതൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അത് ഇന്നൊന്നുമില്ല. കൃത്യമായ അന്വേഷണം പൂർത്തിയാവട്ടെ. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം പൂർത്തിയാവുന്ന മുറക്ക് നമുക്ക് നിലപാട് സ്വീകരിക്കാം. അന്വേഷണത്തിൽ പൂർണ്ണമായ സംതൃപ്തി. ജയിലിലായതുകൊണ്ട് മാത്രം കുറ്റാരോപണം പൂർണ്ണമാവുന്നില്ല. അന്വേഷണം പൂർത്തി ആകട്ടെ. അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടക്കുന്ന കാര്യമില്ല. ഇനി ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് പുറത്താക്കുന്നതാ പറയുന്നത്? ഏത് കേസിൽ ആരെ പുറത്താക്കുന്ന? ഒരാളെയും പുറത്താക്കുന്നില്ല, ഒരാളെയും ഉള്ളിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പണി മാത്രമാണ് എന്ന് സണ്ണീന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടി വ്യക്തമായി, വളരെ വ്യക്തമായി. അങ്ങനെ നമ്മൾ പാർട്ടി തീരുമാനിച്ചില്ല. നടപടി എടുക്കുന്ന ആ പാർട്ടി തീരുമാനിച്ചത്. നിങ്ങൾക്ക് എന്തിനാണ് അതിൽ എപ്പോഴാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങൾക്ക് ഒരു അഭിപ്രായമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പോകാൻ പറയണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്കുള്ള താല്പര്യം വെച്ചുകൊണ്ട് നിലപാട് സംഘടനാപരമായി എടുക്കാൻ ഞങ്ങൾക്ക് പോയി. ഞങ്ങൾ സംഘടനാപരമായ നിലപാട്. കാരണം അയാൾ ഒരു MLA അല്ല, അയാൾ ജനപ്രതിനിധിയോ അല്ല, ഒന്നുമല്ല. അയാൾ പാർട്ടിയുടെ കേഡറാണ്. ശരി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. പാർട്ടി എന്നുള്ള രീതിയിൽ പരിഹരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ടല്ലോ അതെല്ലാം ഉൾച്ചേരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ടോ അതെല്ലാം ഉൾച്ചേരും. അത്ര കണ്ടാകും. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം അതേപോലെ തന്നെ ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഉറപ്പല്ലേ? സംശയം എന്താ? കാരണം കൃത്യമായിട്ട് അതിന്റെ നിയമപരമായ നിലപാടിലേക്ക് കൊണ്ടുവരുന്ന ഗവൺമെന്റല്ലേ ഈ ഗവൺമെന്റ്. അതിന് സംശയം എന്താ ഉള്ളത്? രാഷ്ട്രീയമായ നിലപാടെടുത്തത് ഞാനല്ലേ. ഈ രാഷ്ട്രീയമായ നിലപാടില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഭാഗമായി ഞാൻ 3 കാര്യമാണ് പറഞ്ഞത്. 1, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. 2, ഒരു തരി സ്വർണം നഷ്ടപ്പെടാതിരിക്കുക. 3, ആര് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രശ്നവും പാർട്ടി കൈകാര്യം ചെയ്യില്ല, ഗവൺമെന്റ് കൈകാര്യം ചെയ്യില്ല. ആരായാലും അവർക്കെതിരായി ഗവൺമെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തി കൃത്യമായ നിലപാട് സ്വീകരിക്കും. പാർട്ടി നിലപാടനുസരിച്ച് ആവശ്യമായ സമീപനം സ്വീകരിക്കും. ഇത്രയും കാര്യം വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇത്രയും കാര്യം ഞാൻ ആദ്യം മുതലേ ആദ്യത്തെ സംഭവം നടന്ന ഈ സംഭവം പുറത്തു വന്ന 1ാമത്തെ ദിവസം ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഇതാണ്. പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള
സംവിധാനമായിരുന്നു അന്വേഷണം നടന്നത്. വിജിലൻസ്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ്. അന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു SIT വേണം. അന്ന് SIT രൂപീകരിച്ചിട്ടില്ല. SIT വേണം. എന്നിട്ട് ഈ കാര്യം മുഴുവൻ അന്വേഷിക്കണം. അന്വേഷിച്ച് ആരാണോ കുറ്റവാളി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ല, ആരായാലും. അത് കൃത്യമായിട്ട് അന്നേ പറഞ്ഞു തന്നെയാണ്. ഇന്നും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ആ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. ഇനിയും ആ നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ടേക്ക്. അവരെ ആരോപണത്തിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ആട്ടെ, ഞങ്ങൾക്ക് അതിൽ ഭയമൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയും കാര്യം ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളെല്ലാം. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. പത്മകുമാറിനെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഒരു തരത്തിലും ഉന്നയിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. നിലപാട് സ്വീകരിക്കും കൃത്യമായിട്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്? ജില്ലാ കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായാലും ഇത്തരം നടപടി വേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ? അതൊക്കെ നിങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങൾ പറയാൻ പറ്റുന്നില്ലേ? പൊതുസമ്മേളനത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ പറയാം. പിന്നെ പറയാം. സംഘടനാപരമായ ചർച്ച നിങ്ങൾ പറയുമെന്നു നിങ്ങൾ ഇതേവരെ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. പാർട്ടിക്കകത്ത് നടന്ന ചർച്ച ഇതുവരെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇനി പറയുകയും ചെയ്യില്ല. പോരെ, അത് എന്താണെന്ന് പറയില്ല. പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയേണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയും. അതിപ്പോ പറഞ്ഞിട്ടില്ല. അത്രേ ഈ ചോദ്യം തന്നെ ശരിയല്ലാതെ ചോദിക്കുക. കാരണം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാതെ എന്തെങ്കിലും കാര്യമുണ്ടോ സുഹൃത്തെ? എല്ലാ കാര്യവും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. പോരെ, അല്ല, അത്തരം ഗുണം നമുക്ക് വേണ്ട. ആ ഗുണം നമുക്ക് അനുകൂലമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ആ ഗുണം പാർട്ടിക്ക് വേണ്ട. അതില്ലാതെ തന്നെ ഗുണമുണ്ട് പാർട്ടിക്ക്. പാർട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾക്ക് ധാരണയില്ലാതെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട്. കോൺഗ്രസിന്റെ ധാരണയല്ല CPM-ന്. ഓരോന്നും പറയാനില്ല. അവർക്ക് ശബരിമല ഒഴിച്ചു വിട്ടാൽ പിന്നെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ആകപ്പെട്ട ഒരു പ്രതിപക്ഷം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായതാണ്. സാധാരണ 9 വർഷക്കാലം ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിന്റെ ഒപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് വന്നാൽ പ്രതിപക്ഷം ഭരണകക്ഷിയെയല്ലേ ശരിയായ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ നോക്കുക. എന്നാൽ ഇപ്പോൾ എന്താ സംഭവം? ഇപ്രാവശ്യം ഈ 9.5 വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഭരണപക്ഷത്ത് ഒരു പ്രതിസന്ധിയില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്താണ് മുഴുവൻ പ്രതിസന്ധിയും. ഇങ്ങനൊരു അവസ്ഥ ഇതിനു മുമ്പ് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിനുണ്ടായിട്ടുണ്ടോ? പ്രതിസന്ധി മുഴുവൻ അഭിമുഖീകരിക്കുന്നത് പ്രതിപക്ഷമാണ്. അത് ഒരു ഭാഗത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF, മറുഭാഗത്ത് BJP, സംഘപരിവാരും. ഇതാണ് സംഭവം. പക്ഷേ ശബരിമലയോട് രമേശ് ചെന്നിത്തല ഒരു ആൾ തന്നോട് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഈ പറയുന്ന മാഫിയ ഇതിന്റെ ഭാഗമായി ഇടപെടുന്ന 500 കോടിയുടെ തട്ടിപ്പാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ആരാണെന്നോ കൃത്യമായ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയട്ടെ. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് ഒരു ഭയമില്ല. ചെന്നിത്തലയല്ല, ഏത് മനുഷ്യനും ഒന്നും പറയട്ടെ. ആ പറയുന്നില്ല, അന്വേഷിച്ചോട്ടെ. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ഞങ്ങളെന്തിന് ഭയപ്പെടണ്ട? അങ്ങനെയുള്ള അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ഞങ്ങളെന്ത് ഉത്തരം പറയാൻ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഉത്തരം. മാധ്യമങ്ങൾ തന്നെ അതിന് മറുപടി പറഞ്ഞു. ഞങ്ങൾക്കതിലൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഇക്കാര്യം പറഞ്ഞിട്ടൊന്നും. അത് ചെന്നിത്തലയായാലും വേറെ ആരായാലും.